എന്നിട്ട് NDF കാരൻ പറയുന്നതിനേക്കാളൊക്കെ രസം NDF കാരൻ പറയുന്നത് ഷുക്കൂർ കേസ് ലീഗ് ഒന്നും ചെയ്തില്ല. നിങ്ങൾ കുറേ ചെയ്തല്ല. കുറ്റിയാടിയിലല്ലേ അബൂബക്കർ മാഷ്? ഫസലല്ലടോ, ഫസലിന്റെ കേസിൽ നിങ്ങൾ എന്താ ചെയ്തത്? അപ്പൊ നിങ്ങൾ പറയാണ് കാരായിനെ പിടിച്ചില്ലേ? ആര് കാരായിനെ പിടിച്ചാരടോ? CBI പിടിക്കാൻ നീ എന്തിനാണോ കാരാട്ടോ പിടിച്ചത്? CBI പിടിക്കാൻ നീ എന്തിനാ കുംഫു പിടിച്ചത്? CBI പിടിക്കുകയാണെങ്കിൽ പോലീസ് പിടിക്കുകയാണെങ്കിൽ നിന്റെ കരാട്ടിയും കുംഫൊക്കെ വേസ്റ്റ് അല്ലടോ. ഞങ്ങൾ അതല്ലേ ലീഗാരോട് പണ്ടേ പറഞ്ഞത്, രാജ്യത്തൊരു നയമുണ്ട്, വ്യവസ്ഥ ഉണ്ട്, അവരൊക്കെ വന്നോളൂ, നിങ്ങൾ വെറുതെ കുംഫു ഒന്നും പഠിക്കണം. അപ്പൊ നിങ്ങൾ പറഞ്ഞേ പറ്റൂല, കൊന്നാ കൊല്ലണം, വെട്ടിയാ പറ്റണം, ചോദിച്ചാ ചോദിക്കണം. അങ്ങനെയാണ് പിന്നെ CBI എന്തിനോ? CBI വ്യവസ്ഥിതിയാണ്. നിങ്ങളോ വ്യവസ്ഥിതിയെ അംഗീകരിക്കാത്തവരാണ്. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അബൂബക്കർ മാഷെ കൊന്നവർ കൊന്നുപോയല്ലോ, കൊല്ല നടന്നല്ലോ, എവിടെയാണോ ആ കൊന്നവർ? നിങ്ങൾ പറ, ഏത് NDF കാരനെ മറുപടി അറിയാനാ പോവുക? നിങ്ങളുടെ ആദ്യത്തെ രക്തസാക്ഷി ഫസലല്ല, അബൂബക്കർ മാഷാണ്. അവിടെയും തീരുന്നില്ല. ഫസല് കൊല്ലപ്പെട്ടപ്പോ അന്നത്തെ ദിവസം ഞാൻ ബഹുമാനനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റാണ്. തങ്ങളുടെ കൂടെ പോയി ഫസലിന്റെ വീട്ടിൽ, ഫസലിന്റെ പെങ്ങൾ, ഭാര്യ എല്ലാവരും പറഞ്ഞു CPM ആക്കുന്നത്. അന്ന് വൈകുന്നേരം ഫസലിന്റെ ടവൽ ഒരു അമ്പലമുറ്റത്ത് കൊണ്ടുപോയിട്ട് വർഗീയ കലാപം ഉണ്ടാക്കാൻ പടയ പോലെ പറയണം CPM കാരാ. ഇതാ ഞങ്ങൾ പറഞ്ഞത്, കലാപങ്ങളുടെ പിറകിൽ മതമല്ലാന്ന്. എന്നിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഹിന്ദു സമൂഹം കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് പടയ തലശ്ശേരി കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. കാരായും അതിന് പിന്തുണ നൽകി കൊടിയേരിയും ഇല്ലേ? എന്നിട്ടോ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി. ഞാൻ അവിടെ ആദ്യത്തെ പൊതുയോഗം CPM-ൻ്റെത് തലശ്ശേരിയിൽ. എന്താണ്? RSS-നെതിരെ വമ്പിച്ച പ്രസംഗം. രണ്ടാമത്തെ ദിവസം NDF-ന്റെ പൊതുയോഗം, RSS-നെ തന്നെ. മൂന്നാമത്തെ ദിവസം പൊതുയോഗത്തിന് മുമ്പ് ഞാൻ അന്ന് DYSP-യെ കണ്ടു. DYSP പറഞ്ഞു 53 പേരെ ചോദ്യം ചെയ്തു. 3 പേർ BJP, 50 പേർ CPM. ചോദ്യം മുഴുവൻ പോകുന്നത് CPM എന്ന ഉത്തരത്തിലേക്കാണ്. പൊതുയോഗത്തിൽ പരസ്യമായി ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, അതിന്റെ കാസറ്റ് ഉണ്ട്, ഇപ്പോഴും ഓർമ്മിക്കുന്നു. ഞാൻ പറഞ്ഞു ഫസലിനെ കൊന്നത് CPM, 3 തവണ. നാലാമത്തെ പൊതുയോഗം വീണ്ടും NDF വെച്ചു തലശ്ശേരിയിൽ. പ്രസംഗം തുടങ്ങി 1.5 മണിക്കൂർ RSS-നെ BJP-യെ. അത് കഴിഞ്ഞിട്ട് നേതാവ് പ്രസംഗം അവസാനിപ്പിക്കാൻ നേരത്തെ ഇങ്ങനെ ടവൽ എടുത്തിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ തുടച്ചിട്ട്, ആ കേസറ്റിൽ കാണാം, ഇങ്ങനെ തുടച്ചിങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, എന്നാൽ സഹോദരന്മാരെ, ഇപ്പോൾ ചില വാർത്തകൾ കേൾക്കുന്നു. നമ്മുടെ സഹോദരൻ ഫസലിനെ കൊന്നത് പുരോഗമന പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണെന്ന് കേൾക്കുന്നു. അള്ളാഹുവേ, ഫസലിനെ കൊന്നവരെ നീ CPM ആക്കരുത്. ആർക്കുണ്ട്? മറ്റേ വാങ്ങിപ്പോയി, ഞം അടിച്ചുപോയി. അതാണ് ഫസലിന്റെ ചോര വിറ്റ് വാങ്ങിപ്പോയി പണം. അതാണ്. നിനക്കറിയുമോ, CBI കാരായിയെ പിടിക്കുന്നത് വരെ തലശ്ശേരി അങ്ങാണിയിലൂടെ തേരാപ്പാര നടന്നിരുന്നു. കാരായി ഒരു രോമത്തിൽ തൊട്ടിട്ടില്ലല്ലോ NDF കാരാ. എന്താ നിനക്കറിയുമോ, വിചാരണക്ക് പോലും കോടതിയിൽ എടുക്കുന്നതിന് മുമ്പ് ഷുക്കൂർ വധക്കേസിൽ അതിലെ പ്രതിയായി, അതിലെ 118 ആണെങ്കിൽ 118 കണ്ണൂരിലെ പുലി എന്ന് പറയുന്ന ജയരാജനെ 27 ദിവസം ജയിലിന്റെ ഇരുട്ടറയിൽ തള്ളിയത് ഞങ്ങളാണ്. അറിയാം നിനക്ക്? അവിടെ കിടന്നത്